എടാ എനക്ക് കാണണേടാ. കറണ്ട് പോയതല്ല, ഡയലോഗ് കറണ്ട് പോയതാ. കൊച്ചിയുടെ അടിപ്പടവുകളിൽ നീട്ടം നിറച്ച പാറ്റയുമായി നിങ്ങളവരെ അറപ്പോടെ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഭവിക്കുന്ന ഇടത്തിന്റെ നാശം ഇവരുടേതല്ല, നിങ്ങളുടേതാണ്. ഞാനുമായിരിക്കുന്ന ഈ സമൂഹം ഒരിക്കലും ഇവരെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല. മനുഷ്യരെ കുപ്പ മുഴുവൻ കാരി സ്വയം കുപ്പയായി മാറിയ മനുഷ്യരെ നിങ്ങളെയാണ് ഞാൻ വിളിക്കുന്നത്. കുപ്പകളല്ല, നാടിനെ ഉയർത്താൻ, നാടിലേക്ക് നയിക്കാൻ മുഴുവൻ മാലിന്യങ്ങളും സ്വന്തം നാടിനെ ഉയർന്നവരാണ്. അടിമകളല്ല, തൊഴിലാളികളാണ്. കൊച്ചിയുടെ കാൽപ്പരപ്പുകളിൽ അലയടിക്കുന്ന ഉപ്പുകാറ്റിൽ ഉരുണ്ട് കിടക്കുന്ന സമരവീരത്തെ ചവിട്ട് നാടകത്തിന്റെ ചുവടുകളെ ഉറപ്പിച്ച പൂർവികരുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ? ആ രക്തമൊഴുകി പരന്ന കൊച്ചിയുടെ മണ്ണിൽ പുതത്തി കിടക്കുന്ന പ്രതിരോധത്തിന്റെ കുപ്പായങ്ങളല്ലേ നിങ്ങൾ അടുത്തണിഞ്ഞിരിക്കുന്നത്? സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും പരുപ്പൂകൾ ചെറിந்த പ്രാർത്ഥിക്കാതിപതിയാം പരുപ്പൂകൾ ചെറിந்த പ്രാർത്ഥിക്കാതിപതിയാം പവേന്തൻ പൊങ്കൽ സത്യ അവിടേന്ദ നല്ല പാവേന്തൻ പൊങ്കൽ സത്യ അവിടേന്ദ നല്ല പാവേന്തൻ പൊങ്കൽ സത്യ അവിടേന്ദ നല്ല പാവേന്തൻ പൊങ്കൽ സത്യ അവിടേന്ദ പൂവരും സത്യം മാറി പുകഴ്ന്ന പൂവരും സത്യം ഇത്ര പ്രായം ഞാൻ കളിക്കണ്ടല്ല. ഇങ്ങനെയാണല്ലോ ബീനാൾ കളിക്കാൻ വന്നത്. ഇത് എന്ത് ചെയ്യാണ് നടക്കല
സൗന്ദര്യവും അതും അറിയില്ല. അമ്മ ഉണ്ടാക്കാറുണ്ട്. ഈ മുടി മൊത്തം ജടയാണല്ലോ പക്ഷേ അവനെ അവന്റെ പോക്കറ്റ് ശരിയല്ല. അവന് കോളേജ് കുറെ കുട്ടിയുടെ കൂട്ടുകാരന്മാരുടെ അവന്മാരുണ്ട് എന്റെ കൈ കിട്ടുക അന്ന് അവർ തീരും. എനിക്ക് കോളേജിൽ വാങ്ങിയ പ്രാക്ടീസ് ഉണ്ട്. ആ പണ്ട് അവിടെ കാണാൻ നിന്റെ കോളനിയിലാക്കാം. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാലോ. ഞാൻ കാര്യം പറഞ്ഞേ, എനിക്ക് എന്ത് സംഭവിച്ചാലും ദ്രാവിഡ്യ നിനക്ക് അറിയില്ല. ഞാന്മാരെ അധികാരവും പണവും മതവും ജാതിയും എല്ലാം കുറിച്ചെന്ന കോളേജിയുടെ നേതാവായ ബന്ധയുടെ തലവർ അച്ഛൻ നയച്ചത് എനിക്ക് ഉറപ്പാണ്. അവരുണ്ടായിരുന്നേ ഞാൻ ഉള്ളിടത്തോളം കാലം എന്നെ ഒറ്റപ്പെടാൻ പോകുന്നില്ല. ഒരു ദ്രാവ്യോ അവന്മാരെ കളിപ്പിട്ടാൻ ഞാൻ കാത്തിരിക്കാണ്. ഇത്രയും പോലെ തൽക്കാലം നിന്നൊരു പാട്ട് പാടി ഞാൻ കേൾക്കട്ടെ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിക്കത്തി കൽപ്പിച്ചുറപ്പേനിക്കേകിയ മലമൊട്ടെ കൽവിന്റെ കണ്ണീരുറങ്ങ് കൽപ്പിച്ചുറപ്പേനിക്കേകിയ മലമൊട്ടെ കൽവിന്റെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിക്കത്തി കൺമണി മനത്തോമുഖം കാണാതെ കണ്ണടച്ചിടും ഞാനും ഉമ്മാട് കണ്ണാണ് ഉപ്പാട് കരളാണ് ഉള്ളിലെ വിഴികളും കാണുന്നു ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിന്റെ കൂട്ടിലെ കുഞ്ഞിക്കത്തി അവരായിരുന്നു സുന്ദരി. തന്റെ നമ്മുടെ സൗന്ദര്യം ശരിക്കും തമ്മനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സഖാവ് പി ജെ ആന്റണിയുടെ തീ എന്ന നാടകം
കേരളമൊട്ടാകെ അവതരിപ്പിച്ചിരുന്ന കാലം ആ നാടകത്തിന്റെ അരങ്ങിൽ ഇതുപോലെ ആലോചിച്ചൊരു പെണ്ണിണ്ടായിരുന്നു എന്റെ പേര്. ഞാൻ അവളോട് ചോദിച്ചു, ആഴ്ചയില്ലാത്ത ഒരുവനോടുള്ള കരുണയാണോ അതോ കൗതുകമോ? എന്താണ് എന്റെ ജീവിതത്തിലേക്ക് കാണുന്നവരാണ് എന്നെ പ്രേരിപ്പിച്ചത്? ഇത് പറഞ്ഞത് ആഴ്ചയ്ക്കും അപ്പുറം വെച്ചില്ല നാട്ടിനൊപ്പം ജീവിക്കാനാണ്. സ്റ്റോപ്പ് രണ്ടുപേരും പിടിക്കും. പക്ഷെ നീ എന്താ പറഞ്ഞത്? അപ്പൊ ഞാൻ കഴിക്കാം. എന്റെ മകത്തിന്റെ കൊലത്തിന് ഞാൻ പാടുപെടുത്തോളം തെറ്റ മോളില്ലേ? മുടിക്കിരിക്കും തമാശ. ചൂടെടുക്കാറാ. നീ എവിടെ കിടക്കായിരുന്നു? ഞാൻ ഫ്രണ്ട്സിലൂടെ നീ എന്താ കാട്ടിന് വെച്ച് തള്ളിട്ടെ? അമ്മ അതിങ്ങുമാരണി ഒന്ന് തന്നാറുണ്ടല്ലോ. അമ്മ എന്താ പറയുന്നത്? ഞാൻ പറയണോ? നീ ചെയ്യണോ? നിനക്ക് പിണ്ടല്ലോ ഓരോ ഫ്രണ്ട്സ് അവന്മാരെ കുറിച്ച് എന്നെ പഠിപ്പിച്ചെടുക്കണ്ട. നീ കൊച്ചിയിലെ കുറെ കണ്ടതോ? നീ ഇത്രയേ ആയിട്ടുള്ളൂ. അധികാരം പണവും സ്വാധീനമുള്ളവർ അവരൊക്കെ മോദത്തെ തൊണ്ടിട്ട് മോതുണോ നിൽക്കണ്ട. സഖാബാബു ബക്കറിന്റെ മകനാ നീ, മറക്കണ്ട. അബൂബക്കറെ എന്നിട്ട് എന്തുണ്ടാക്കി? തുമ്പിച്ച പെട്ടിൽ കിടക്കണ്ടല്ലോ. അത്ര ചോര പോലെ ഷർട്ട് അത് മാത്രമേ ഉള്ളൂ. അത് പൊങ്ങി തിന്നാലേ ചപ്പ് മാറില്ല. എന്തത്? വീട്ടിൽ പോലെ അറിയാമോ? ഞാനിപ്പോ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ. അതിന്റെ അടയാളാണ് അവനൊക്കെ കുറ്റം. ഞാനിതോട്ട് തോന്നുന്നു ചോദിച്ചല്ലോ എന്തുണ്ടാക്കിയില്ലേ? അധ്വാനിക്കുന്നവര് കൂലി, വിശക്കുന്നവരുടെ ഭക്ഷണം, ചോദിക്കാൻ ഇതൊക്കെ ഒരുപാട് പേരുടെ സർക്കിളെ ചോര പുരണ്ട് നേടിയതാ. ഞാൻ ഈ നാട് മുഴുവൻ നടന്ന് കുപ്പ പറയുണ്ടല്ലോ. ഞാൻ അധ്വാനിക്കാതിരിക്കുന്നേ മനസ്സിലാണെന്നില്ലേ? നാളെ നമ്മൾ കുപ്പയെ കിടക്കണേ. നമുക്ക് നിങ്ങൾ കുപ്പ നിങ്ങൾ കുപ്പയാ. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ കുപ്പയാണ് എന്റെ മോന് പോലും കുപ്പയാണ്. പഠിച്ച് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അവിടെ നിന്നത്തെ കാലത്തേക്ക് എത്താൻ എന്റെ അബൂബക്കർ ഉൾപ്പെടെ ഒരുപാട് പേര് മാത്രമല്ല മരിക്കുന്നില്ല. നിർഭയമോടെ കൂട്ടബലാത്സംഗം വീണ്ടും കേരളത്തിൽ. കൊച്ചിയിലെ കോളേജ് വിദ്യാർത്ഥിനിയും യൂണിയൻ ചെയർപേഴ്സണുമായ പ്രതീക്ഷ എന്ന ദളിത് പെൺകുട്ടിയെ അതേ കോളേജിലേക്ക് ട്രാവിയോസ് എന്ന ഗ്യാങ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പ്രതി എന്ന് സംശയിക്കുന്ന ഭഗത് എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി അതിഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എനിക്ക് പറയാൻ നീ കേൾക്കണം. സത്യം എന്താണെന്ന് നീ അറിയണം. പക്ഷെ നീ ഒരു വാക്കുമാരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സത്യം പറയണം പോലും. എല്ലാവർക്കും ഞാൻ ചെയ്തു. ഇത്രയൊക്കെ പണം ഉണ്ടാക്കിയാലും ഈ അധികാരവർഗം നമ്മളൊക്കെ ആയി മാത്രമേ കാണൂ. സത്യം തിരിച്ചറിയാതെ പോയി എനിക്ക് ശിക്ഷയുണ്ട്. കേട്ടില്ല, ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശരിയെങ്കിലും സമരം നിർത്താൻ ചെയ്തു. നിർത്താനോ? ഞാനോ? ഇത് പ്രതീക്ഷയെ കണ്ടിട്ടുണ്ടോടാ? അവരുടെ അവസ്ഥ നിനക്കറിയോ? അവളോട് സംസാരിക്കാറില്ല, ആരെ കണ്ടാൽ തിരിച്ചറിയാറില്ല. അങ്ങനെ ആക്കി നീയോ നിന്റെ ട്രാക്കൊക്കെ എന്ന കൂട്ടുകാരും അവരെ കൂട്ടാതെ ഞാൻ സമരം നടത്തില്ല. നമുക്ക് അവരെ എതിർക്കാതെ ശക്തിയില്ല ചെയ്യുന്നു. പോലീസിനോട് കോടതിയോട് ഞാനൊന്നും പറയാതിരുന്നത് വാഴുന്നിട്ടാടി. എനിക്കിതിന് ഇഷ്ടമായും ചെയ്തു. എന്റെ ജീവനെ കളയാറ് ഇതിനെ എനിക്ക് നഷ്ടപ്പെടാനും ചെയ്തു. ഇത് പറയുന്നേക്ക ഞാനെത്ര കാലായി കാത്തിരിക്കുന്ന അറിയാമല്ല. കൊടുക്കാരത്തിന് പറഞ്ഞ സമയമില്ല. എന്നാലും സത്യം പറഞ്ഞിട്ട് ഭയമായിട്ടല്ല. ഇങ്ങനെ കുമ്പിട്ട് കാലം സത്യം പറഞ്ഞ്
വാരിട്ട് കത്തിക്കാനുള്ള ഒരു കുപ്പാണ്. ഇവരെ ശരിയാവട്ടെ. നമ്മളെ കുപ്പകളാ. പക്ഷേ ഇവരെ ഈ കുപ്പകളെ കത്തിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മുടെ കുപ്പകളല്ലടാ തീയ കാത്തി. ഇവരെ കത്തിക്കും മാറ്റേ. ഇവരെ ഞാൻ കത്തിക്കും. നിങ്ങൾ അവയോടുള്ള ഓർമ്മകളുടെ സമരമാണ്.